എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2024 MBBS കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി റൗണ്ട് 3 പ്രകാരമുള്ള അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിനുശേഷം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് റൗണ്ട് 3 MBBS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ റാങ്ക് ഡീറ്റെയിൽസ് എന്നിവ നോക്കിയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒഴിവുള്ള 4 സീറ്റുകളിലേക്കാണ് നിലവിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ ഡിസംബർ 28-ാം തീയതിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളത് പരിശോധിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ താഴെയായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ ഡാറ്റാ ഷീറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി വീതം നിങ്ങളുടെ കയ്യിൽ പിന്നീടുള്ള ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. അതിനുശേഷം നോട്ടിഫിക്കേഷൻസിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിലോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് നിങ്ങൾ ഈ ഒരു അഡ്മിഷന് പോകുമ്പോൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് പ്രകാരം നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങളുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവ വിദ്യാർത്ഥിയുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയുള്ള ഫീസ് അടച്ചതിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ് അല്ലെങ്കിൽ കോളേജ് 26/12/2024 മുതൽ 28/12/2024 വൈകുന്നേരം 4:30 വരെ വിദ്യാർത്ഥികൾക്ക് പ്രോസ്പെക്ടസിലെ ക്ലോസ് 11.1 പ്രകാരമുള്ള ഡോക്യുമെൻ്റ് പ്രകാരം ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC/ST OEC മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ OECക്ക് ആനുകൂല്യമായിട്ടുള്ള, അതായത് OECക്ക് ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹമായിട്ടുള്ള സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ എന്നിവരും, അതുപോലെ സർക്കാർ ഉത്തരവനുസരിച്ച് ഫീസ് ആനുകൂല്യങ്ങൾക്ക് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികളും ശ്രീചിത്ര ഹോം, ജുവനിൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും ഫീസ് അടക്കേണ്ടതില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹോം പേജിലെ ഡാറ്റാ ഷീറ്റ് എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റാ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റാ ഷീറ്റ് കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കണം. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുകളിൽ ഡിസംബർ 28-ാം തീയതി വൈകുന്നേരം 4:30 മുമ്പ് പ്രവേശനം നേടിയിരിക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടും. സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി റൗണ്ട് 3 അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം നിശ്ചിത തീയതികളിൽ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുടെയും അതുപോലെ സ്പെഷ്യൽ സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റിലൂടെയോ മുൻ അലോട്ട്മെൻറ്റുകളിലൂടെയോ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങുന്ന വിദ്യാർത്ഥികളുടെയും അവരവർക്ക് ബാധകമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് പെനാൽറ്റി ആയിട്ട് കണക്കാക്കുന്നതും തിരികെ നൽകുന്നതുമല്ല. കൂടാതെ ഇത്തരം വിദ്യാർത്ഥികളിൽ നിന്നും പ്രോസ്പെക്ടസ് ക്ലോസ് 12.2.4 പ്രകാരമുള്ള പിഴ ഈടാക്കുകയും ചെയ്യും. പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ ഉത്തരവുകളും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിശദാംശങ്ങളും പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റായിട്ടുള്ള ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈനിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.